നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. US ഡൊണാൾഡ് ട്രംപിനെതിരായ വധശ്രമം നടന്ന ദിവസങ്ങൾക്ക് ശേഷം സംഭവം തന്റെ രാഷ്ട്രീയക്കാർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി മാറണമെന്ന് ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി MP ചന്ദ്ര ആര്യ. ഖാലിസ്ഥാൻ അനുഭാവികളെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികത്തിൽ അവരുടെ പൊതു ആഘോഷങ്ങളെ അപലപിക്കാനും ആര്യ രാഷ്ട്രീയക്കാരെ ഉപദേശിച്ചു. പ്രമുഖ ഇന്ത്യൻ വംശജനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് ആര്യ. പ്രസിഡന്റ് ട്രംപിനെതിരായ വധശ്രമം കനേഡിയൻ രാഷ്ട്രീയക്കാർക്ക് ഇനി പറയുന്നവയുടെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലായിരിക്കണം. ഖാലിസ്ഥാൻ അനുകൂലികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അവരുടെ അംഗരക്ഷകർ തിരിഞ്ഞു കൊലപ്പെടുത്തിയതിന്റെ പൊതു ആഘോഷത്തെ അപലപിക്കുക. കനേഡിയൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഭവമായ റാലികളിലും ഇവന്റുകളിലും സ്ഥലങ്ങളിലും പങ്കെടുക്കുന്നത് നിർത്തുക. എയർ ഇന്ത്യ ബോംബാക്രമണം ആഹ്ലാദിക്കുകയും ഈ ആക്രമണത്തിന് ഉത്തരവാദികളായ ഖാലിസ്ഥാൻ ഭീകരരെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹിന്ദു കനേഡിയൻ വംശജരെ ലക്ഷ്യമിടുന്ന ഖാലിസ്ഥാനികളെ വിളിക്കുക. 1985 ജൂൺ 23 ഖാലിസ്ഥാനി ഭീകരർ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 കനിഷ്ക ബോംബ് സ്ഫോടനം നടത്തിയതിനെ കുറിച്ചാണ് ആര്യ പരാമർശിച്ചത്. ഈ ആക്രമണത്തിൽ 329 പേർ കൊല്ലപ്പെട്ടു. കനേഡിയൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരമായ സംഭവമായി ഇത് തുടരുന്നു. ജൂൺ 9 ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ ബ്രാംപ്ടണിൽ നടന്ന പരേഡിൽ അല്ലെങ്കിൽ GTAയിൽ ഒരു ഫ്ലോട്ട് ഉൾപ്പെട്ടിരുന്നു. അതിൽ ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകർ വെടിയുതിർക്കുമ്പോൾ എന്ന ഒരു പ്രതിമയുള്ള ഒരു ഫ്ലോട്ടും ഉണ്ടായിരുന്നു. കൊലപാതകം നടന്ന 1984 ഒക്ടോബർ 31 അവളുടെ ശിക്ഷ നൽകി എന്ന് പ്രസ്താവിക്കുന്ന പോസ്റ്ററുകളും അതിൽ ഉണ്ടായിരുന്നു. ഈ പരേഡ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ 40ാം വാർഷികം അടയാളപ്പെടുത്തി. 1984 സുവർണ ക്ഷേത്രത്തിൽ നിന്ന് തീവ്രവാദികളെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയതിന് പ്രതികാരമായി സിഖ് തീവ്രവാദികളായിരുന്നു ബോംബാക്രമണത്തിന് പിന്നിലെന്ന് ആരോപിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ മഹത്വവൽക്കരിക്കുന്നതിനെതിരെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇതുവരെ വിമർശിച്ചിട്ടില്ല. എന്നിരുന്നാലും ട്രംപിനെതിരായ വധശ്രമത്തിന് ശേഷം അദ്ദേഹം ആ നടപടിയെ അപലപിച്ചു. അതേസമയം ഞായറാഴ്ച ട്രൂഡോ ട്രംപുമായി സംസാരിച്ചു. PMO പ്രസ്താവന പ്രകാരം ഇന്നലെ ഭയാനകമായ കൊലപാതക ശ്രമത്തെ ട്രൂഡോ അപലപിക്കുകയും രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് ആവർത്തിക്കുകയും ചെയ്തു. മുൻ പ്രസിഡന്റ് ട്രംപിന് നേരെയുണ്ടായ വെടിവെപ്പിൽ ഞാൻ അസ്വസ്ഥനാണ് എന്ന് ഞായറാഴ്ച ട്രൂഡോ പോസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രീയ അക്രമം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. എന്റെ ചിന്തകൾ മുൻ പ്രസിഡന്റ് ട്രംപിനോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്തവരോടൊപ്പം എല്ലാ അമേരിക്കക്കാരോടും കൂടിയാണ്, ട്രൂഡോ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.